സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ ആനുകൂല്യങ്ങൾ അതായത് സാമൂഹിക സുരക്ഷാ പെൻഷൻ പദ്ധതിയിൽ വാർദ്ധക്യകാല പെൻഷൻ അല്ലെങ്കിൽ വിധവാ പെൻഷൻ, ഭിന്നശേഷി ആനുകൂല്യങ്ങൾ, കർഷക തൊഴിലാളികൾക്കുള്ള പെൻഷൻ സഹായം, അവിവാഹിതരായിട്ടുള്ള സ്ത്രീകൾക്ക് ലഭിക്കുന്ന സഹായങ്ങൾ. അപ്പോൾ ആ രീതിയിൽ പ്രതിമാസ പെൻഷൻ സഹായം 2000 രൂപ വീതം വാങ്ങുന്നവർ നമ്മളുടെ വീടുകളിലുണ്ടെങ്കിൽ ഈ പറയുന്ന കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. വരുന്ന മാസം മുതലൊക്കെ 3000 രൂപ അടിസ്ഥാന പെൻഷനായിട്ട് വർദ്ധിപ്പിക്കാൻ ഒരുങ്ങുകയാണ്. അതുമാത്രമല്ല, നിലവിൽ ഏത് മുന്നണി ജയിച്ചാൽ പോലും പെൻഷൻ 3000 രൂപയിലേക്ക് എത്തിച്ചേരും. എന്നാൽ ഈ ആനുകൂല്യം എല്ലാവർക്കും ലഭിക്കണമെന്നില്ല. കർശന പരിശോധനകളിലൂടെ അല്ലെങ്കിൽ സർക്കാർ മുൻപ് പറഞ്ഞിട്ടുള്ള സോഷ്യൽ ഓഡിറ്റിംഗ് എന്ന് പറയുന്ന പ്രക്രിയയിലൂടെ മാത്രമായിരിക്കും ഇത്തരത്തിൽ അർഹതയുള്ളവരുടെ കൈകളിലേക്കും അവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്കും സഹായം എത്തിച്ചേരുക. ഇനി അപേക്ഷ വയ്ക്കാൻ പോകുന്നവരും ഈ പറയുന്ന പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതായത് സർക്കാർ ഉദ്ദേശിച്ചിട്ടുള്ളത് സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് മറ്റ് പ്രത്യേകിച്ച ആനുകൂല്യങ്ങൾ, സർക്കാരിൻ്റെ ക്ഷേമ പദ്ധതി ആനുകൂല്യങ്ങളൊന്നും ലഭിക്കാത്തവർക്ക് സാമൂഹിക സുരക്ഷാ പദ്ധതിയിലൂടെ പ്രതിമാസം ഒരു ധനസഹായം ലഭ്യമാക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ 2000 രൂപയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇത് മാത്രമല്ല, ഈ പദ്ധതിയിൽ ആനുകൂല്യം വർദ്ധിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ ഇതനുസരിച്ച് മറ്റ് നേട്ടങ്ങൾ നമുക്ക് ലഭിക്കുമ്പോൾ ഇതിന് അർഹതയുള്ളവരാണോ എന്നുള്ള കാര്യം കൂടി കൃത്യമായിട്ട് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ സർക്കാർ ഈ രീതിയിൽ കൃത്യമായിട്ട് കാലാകാലങ്ങളിൽ പരിശോധനകൾ അല്ലെങ്കിൽ വേരിഫിക്കേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തും. ഇതിൻ്റെ ഭാഗമൊക്കെ ആയിട്ടാണ് വാർഷിക മസ്റ്ററിങ്, വാർഷിക വരുമാന സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സർക്കാർ ആവശ്യപ്പെടുന്നത്. ഇനി ഇത് കൂടുതൽ ഗൗരവമായിട്ട് തന്നെ കണക്കാക്കുമെന്നുള്ള അറിയിപ്പ് വന്നു കഴിഞ്ഞു. അതായത് പെൻഷൻ 63 ലക്ഷം പേർക്ക് മുകളിലേക്ക് എത്തുമ്പോൾ ഈ കാര്യങ്ങളിൽ കൃത്യമായിട്ട്, അതായത് 1000 കോടി രൂപയ്ക്ക് 1500 കോടി രൂപയ്ക്ക് മുകളിലാണ് പ്രതിമാസം കണ്ടെത്തേണ്ടത്. അതുകൊണ്ട് തന്നെ കുറച്ച് കാര്യങ്ങൾ സർക്കാർ പരിശോധന വിധേയമാക്കും. അതിലേറ്റവും പ്രധാനപ്പെട്ടത് നമ്മളുടെ വീട് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ്. പെൻഷൻ ഗുണഭോക്താവിൻ്റെ വീട് 2000 സ്ക്വയർ ഫീറ്റോ അതിന് മുകളിലോ ആണെങ്കിൽ ഭൗതിക നിലവാര പരിശോധനയിൽ പരാജയപ്പെടും. അതായത് പെൻഷൻ ആനുകൂല്യങ്ങൾക്ക് അർഹതയില്ലാതാവും. ഇനി അതോടൊപ്പം തന്നെ പെൻഷൻ ഗുണഭോക്താവ് ജീവിക്കുന്ന വീട്ടിൽ നിലവിൽ AC ഉണ്ടെങ്കിൽ അത് ആഡംബര വസ്തു എന്ന രീതിയിൽ കണക്കാക്കി നമുക്ക് പെൻഷൻ ആനുകൂല്യങ്ങൾ തടസ്സപ്പെടാം. അതുമാത്രമല്ല, പരാതികൾ എത്തിയാൽ പോലും വളരെ വേഗത്തിൽ നടപടി ഉണ്ടാവുകയും പെൻഷൻ പദ്ധതിയിൽ നിന്ന് പുറത്തേക്ക് മാറുകയും ചെയ്യും. ഇത് കൃത്യമായിട്ട് സർക്കാർ പരിശോധന വിധേയമാക്കും. ഇനി മൂന്നാമതായിട്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, പെൻഷൻ ഗുണഭോക്താവിൻ്റെ വീട്ടിൽ വാഹനമുണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങളാണ്. പെൻഷൻ ഗുണഭോക്താവിൻ്റെ പേരിലാണ് 4 ചക്ര വാഹനമുള്ളത് എങ്കിൽ 1000 cc എഞ്ചിൻ കപ്പാസിറ്റിക്ക് മുകളിലുള്ള കാർ പോലുള്ള, അതായത് സ്വകാര്യ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന വാഹനമാണ് എങ്കിൽ നമുക്ക് പെൻഷൻ ആനുകൂല്യങ്ങൾ നൽകേണ്ടതില്ല എന്നൊരു തീരുമാനം പണ്ടേ ഉണ്ട്. ഇതൊക്കെ ഭൗതിക നിലവാര പരിശോധനയിൽ പരാജയപ്പെടുന്ന അല്ലെങ്കിൽ സർക്കാർ പരിശോധിക്കുന്ന കാര്യങ്ങളാണ്. ഭൗതിക നിലവാര പരിശോധനയിൽ ഇവ കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്ക് പെൻഷൻ തടയാനുൾപ്പെടെ സർക്കാരിന് അധികാരമുണ്ട്. ഇനി ഇത് മാത്രമല്ല, നമുക്ക് 1 ഏക്കറിന് മുകളിൽ പുരയിടമൊക്കെ ഉണ്ടെങ്കിൽ, അതായത് വസ്തു ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് ഈ കാര്യങ്ങൾ കൂടി പരിശോധന വിധേയമാക്കാം. ഇനി അത് മാത്രമല്ല, സർക്കാർ ജോലിയുള്ള, അതായത് വിവാഹിതരാകാത്ത മക്കൾ ഉൾപ്പെടെയുള്ള എല്ലാ വരുമാന സ്രോതസ്സുകളും കൃത്യമായിട്ട് ഈ വാർഷിക വരുമാനത്തിൽ പരിഗണിക്കും. വിവാഹിതരായ മക്കളാണെങ്കിൽ അതിൽ പ്രശ്നങ്ങളില്ല. എന്നാൽ വിവാഹിതരാകാത്ത മക്കളുടെ ഉൾപ്പെടെ വരുമാനം പെൻഷൻ ഗുണഭോക്താവിൻ്റെ വരുമാനം വാർഷിക വരുമാനമായിട്ട് കണക്കാക്കിയാണ് വാർഷിക വരുമാന സർട്ടിഫിക്കറ്റ് നമ്മൾ സർക്കാർ കൃത്യമായിട്ട് സ്വീകരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ 1 ലക്ഷം രൂപയോ അതിന് മുകളിലേക്കോ വാർഷിക വരുമാനം എത്തിക്കഴിഞ്ഞാൽ പെൻഷൻ പിന്നീട് നമുക്ക് നൽകേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ വർഷാവർഷങ്ങളിൽ വരുമാന സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സർക്കാർ ആവശ്യപ്പെടും. ഈ വർഷവും ഈ രീതിയിലുള്ള സമാന സംവിധാനങ്ങൾ അല്ലെങ്കിൽ സമാന പ്രക്രിയകൾ സർക്കാർ സ്വീകരിക്കുന്നതാണ്. അപ്പോൾ അർഹതയുള്ള ആളുകളിലേക്ക് കൃത്യമായിട്ട് ആനുകൂല്യം നൽകുന്നതിനും അതോടൊപ്പം തന്നെ ഈ ഒരു ആനുകൂല്യം നിലയ്ക്കാതെ വിതരണം ചെയ്യുന്നതിനൊക്കെ അനർഹരെ കണ്ടെത്തുന്നത് ഉപകരിക്കുകയും ചെയ്യും. അപ്പോൾ ഈ രീതിയിലുള്ള സംവിധാനങ്ങൾ പെൻഷൻ വാങ്ങുന്നവർ അഭിമുഖീകരിക്കേണ്ടി വരും എന്നുള്ള കാര്യം കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ സർക്കാർ കൃത്യമായിട്ട് പറയുന്ന മസ്റ്ററിങ്, വാർഷിക വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാൻ ആവശ്യപ്പെടുന്ന സമയത്ത് അത്തരം രേഖകൾ, നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റ്, അതായത് വിധവാ പെൻഷൻ, അവിവാഹിത പെൻഷനൊക്കെ വാങ്ങുന്നവർ പുനർവിവാഹം ചെയ്തിട്ടില്ല എന്നൊക്കെയുള്ള രേഖകൾ, ഇതെല്ലാം കൃത്യസമയത്ത് ആവശ്യപ്പെടുന്ന സമയത്ത് തന്നെ സമർപ്പിക്കുന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ. ഇതുപോലുള്ള അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.